ഇവിടെ ഒരു ലേഡി അവരുടെ വീട്ടിൽ തീ പിടിച്ചെന്ന് പറഞ്ഞ് ഫയർഫോഴ്സിനെ വിളിച്ചെടുത്തുന്നു. പുറത്തുനിന്നും പുക കണ്ട് ഫയർഫോഴ്സ് വന്ന് നോക്കുമ്പോൾ കിച്ചൺ ടേബിളിൽ മാത്രം ചെറിയ തീ പിടിച്ചിരിക്കുന്നു. ഈ ചെറിയ തീ അണക്കുന്നതിന് വേണ്ടി ഇവരെ എന്തിനാണ് വിളിച്ചതെന്ന് സംശയിച്ചു നിൽക്കുന്നു. അതുമാത്രമല്ല വീടിനുള്ളിലെ ഫയർ അലാർമും ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എങ്കിലും വേറെ എവിടെയെങ്കിലും തീ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ എല്ലായിടത്തിലെയും വിൻഡോകൾ ക്ലോസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കിച്ചണിലെ തീ കാരണം വീടിനുള്ളിൽ പുക വന്നത്. അത് തുറന്നതിനു ശേഷം ഇവർ അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവർക്ക് വേറൊരു സ്ഥലത്ത് നിന്നും തീപിടുത്തം ഉണ്ടായതായി കോൾ വരുന്നു. ഉടനെ അവരവിടേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കുന്നു. അതിനു മുമ്പ് ആ ലേഡി പാനിക്കായി അവരുടെ അടുത്തേക്ക് വരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ കോടിക്കണക്കിന് വിലയിരുന്ന ഡയമണ്ട് നെക്ലസ് മോഷണം പോയതായി പറയുന്നു. അത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ടേബിളിൽ ഉണ്ടായിരുന്നതാണ്. സോ നിങ്ങളുടെ ആളുകൾ അത് മോഷ്ടിച്ചതാണെന്ന് പറയുന്നു. അവർ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പോലീസ് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി വരുന്നു. ആ ഓഫീസർ അവരോടെല്ലാം വളരെ മോശമായി സംസാരിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ആ ലേഡി അവരുടെ ഓരോ സാധനങ്ങളായി ഓൺലൈനിൽ സെയിൽ ചെയ്യുകയാണ്. സോ ക്യാഷിന് അത്യാവശ്യമുള്ളതുകൊണ്ട് ആ ലേഡി ഇൻഷുറൻസ് ഭരണം കൈക്കലാക്കാൻ നോക്കുകയാണെന്ന് സംശയിക്കുന്നു. ഉടനെ ആ ഓഫീസർ അന്ന് രാത്രി ആ ലേഡിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഫയർഫോഴ്സിലെ എല്ലാ ആളുടെയും ബോഡിയിൽ ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. അടുത്ത ദിവസം ആ ഓഫീസർ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലേഡിയുടെ ഒരു കോൾ വന്ന് കളഞ്ഞുപോയ ആ നെക്ലസ് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ ഇവരെ സംശയിച്ചതുപോലെ ആ ലേഡി ഇൻഷുറൻസ് പണം കിട്ടാൻ വേണ്ടി നുണ പറഞ്ഞതാണ്.